അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ക്രോഡീകരിച്ച അതിമഹത്തായ ദിക്റുകളുടെ സമാഹാരമാകുന്ന ഹദ്ദാദ് റാത്തീബിലെ ഓരോ ദിക്റുകളെക്കുറിച്ചുമുള്ള വിശദീകരണങ്ങളിലൂടെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. 3 ദിക്റുകളെക്കുറിച്ച് ചെറിയ രൂപത്തിലെങ്കിലും നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഇനി 4ാമത്തെ ദിക്റാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന അതിമഹത്തായ ഒരു ദിക്റിനെ കുറിച്ചാണ് പറയുന്നത്. തൗഹീദിൻ്റെ വചനമാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതുകൊണ്ടാണ് ഈ ദിക്ർ തുടങ്ങുന്നത്. അള്ളാഹുവിൻ്റെ തൗഹീദിനെ അംഗീകരിക്കുകയും അത് വിളിച്ചു പറയുകയും ചെയ്യുന്ന വചനമാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലോകത്ത് ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരും ഇല്ല. വഹ്ദഹു, അവൻ ഒരുവനാണ്, ഏകനാണ്. ലാ ശരീക ലഹു, അവന് പങ്കുകാർ ഇല്ല. ലഹുൽ മുൽക്കു, എല്ലാറ്റിൻ്റെയും പരമാധികാരം അവനാണ്. വലഹുൽ ഹംദു, എല്ലാറ്റിൻ്റെയും സമഗ്രമായ സ്തുതി അവനിക്ക് മാത്രമാണ്. യുഹ്യീ, അവൻ ജീവിപ്പിക്കുന്നു. വയുമീത്, അവൻ മരിപ്പിക്കുന്നു. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് വേണ്ട, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അള്ളാഹുവിൻ്റെ കഴിവിനെ ഏറ്റുപറയുന്ന, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ഏറ്റുപറയുന്ന, അള്ളാഹുവിൻ്റെ ഏകത്വത്തിനെ ഏറ്റുപറയുന്ന, അള്ളാഹുവിന് പങ്കുകാരെ പൂർണ്ണമായും നിഷേധിക്കുന്ന, അള്ളാഹുവിൻ്റെ അധികാരത്തിനെ ഏറ്റുപറയുന്ന, എല്ലാം അടങ്ങിയ വിശ്വാസപരമായ ഒരുപാട് വിഷയങ്ങൾ അടങ്ങിയ ചെറിയ വലിയ ആശയമുള്ള ഒരു ദിക്റാണ് ഈ പറയപ്പെട്ട ദിക്ർ. മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അതുകൊണ്ട് തന്നെയായിരിക്കണം ഹദ്ദാദ് റാത്തീബിൻ്റെ 4ാമത്തെ ദിക്റായി ഇതിനെ കൊണ്ടുവന്നത്. ഈ ദിക്റുമായി ബന്ധപ്പെട്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല ഹദീസുകളിലൂടെയും പല സന്ദർഭങ്ങളിലായി ഒരു വിശ്വാസി ഈ ദിക്ർ പതിവാക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ട പ്രായോഗികമായ രൂപങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തിനെക്കുറിച്ചും അത് ചൊല്ലിയാലും പതിവാക്കിയാലും ലഭിക്കുന്ന ഗുണഫല നേട്ടങ്ങളെക്കുറിച്ചും നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഒറ്റ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഹദീസിലൂടെ ഈ ദിക്ർ ചൊല്ലുന്ന മനുഷ്യന് 5 ഗുണങ്ങൾ ലഭിക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ കളവ് പറയില്ലല്ലോ. തമാശയിൽ പോലും കളവ് പറഞ്ഞിട്ടില്ല, ചെറുപ്പത്തിൽ പോലും കളവ് പറഞ്ഞിട്ടില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, സംസാരിക്കുന്നത് മുഴുവനും അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും മാത്രമാണ്. സ്വന്തമായി അവിടുന്ന് ഒന്നും പറയില്ല. ആ മുത്തുനബിയാണ് പറയുന്നത്. ഈ ദിക്ർ ചൊല്ലുന്ന മനുഷ്യന് 5 ഗുണങ്ങൾ ലഭിക്കും. തങ്ങൾ പറയുന്നു, മൻ ഖാലഹാ കാന ലഹു ഇദ്ലു ഇത്ഖി റഖബത്തിൻ മിൻ വുൽദ് ഇസ്മായിൽ അലൈഹിസ്സലാം. ഈ ദിക്റിനെ ഒരാൾ ചൊല്ലുകയാണെങ്കിൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ പരമ്പരയിൽപ്പെട്ട ഒരടിമയെ മോചിപ്പിച്ചതിന് സമാനമാണ്. അത്രയും പ്രതിഫലം ഇയാൾക്ക് ലഭിക്കും. മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ പരമ്പരയിൽപ്പെട്ട ഒരടിമയെ മോചിപ്പിച്ചാൽ അല്ലാത്ത മറ്റു 12 അടിമകളെ മോചിപ്പിച്ചതിന് സമാനമായ പ്രതിഫലമാണ് ലഭിക്കുക. അപ്പോൾ എത്രയായിരിക്കും ഈ ദിക്ർ ചൊല്ലുന്ന മനുഷ്യന് കിട്ടുന്ന ഗുണം? ഒന്നാമത്തെ ഗുണമായി നബി തങ്ങൾ പറഞ്ഞത്
ഈ ഒരു മഹത്വമാണ്. രണ്ടാമതായി പറയുന്നത് 10 നന്മകൾ ഇവന് രേഖപ്പെടുത്തപ്പെടും. 10 നന്മകൾ ഈ മനുഷ്യൻ്റെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തപ്പെടും. മൂന്നാമത്തത് വഹുത്ത അൻഹു അശ്റു സയ്യിആത്ത്, ഈ മനുഷ്യനിൽ നിന്ന് 10 സയ്യിആത്തുകൾ, തിന്മകളെ മായ്ക്കപ്പെടും. ഇവൻ്റെ ഏടിൽ നിന്ന് 10 തിന്മകളെ മായ്ക്കപ്പെടും. നാലാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് വറുഫിഅ ലഹു അശ്റു ദറജാത്ത്, 10 ദറജകളെ ഈ മനുഷ്യന് ഉയർത്തപ്പെടും. 10 പദവികളെ ഉയർത്തപ്പെടും. ഒരു പദവിയുടെ വണ്ണവും വലിപ്പവും എത്രയാണെന്ന് നമുക്ക് നിശ്ചയിക്കാനും നിർണയിക്കാനും കഴിയില്ല. അത് അല്ലാഹുവാണ് നിശ്ചയിക്കുന്നവനും കണക്കാക്കുന്നവനും. ഈ മനുഷ്യന് 10 പദവികളെ ഉയർത്തപ്പെടും. അഞ്ചാമതായി വകാന ഫീ ഹിർസിൻ മിനശ് ശൈത്വാൻ, പിശാച്ചിൽ നിന്ന്, പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നും, ശർറുകളിൽ നിന്നും, ദുർബോധനങ്ങളിൽ നിന്നും ഈ മനുഷ്യൻ പ്രത്യേകമായ ഒരു കാവലിലും സംരക്ഷണത്തിലും ആയിരിക്കും. ഹത്താ യുംസിയ, വൈകുന്നേരമാകുന്നത് വരെ. രാവിലെയാണ് ഒരാളിത് ചൊല്ലിയതെങ്കിൽ വൈകുന്നേരം വരെ പൈശാചികമായ ശർറുകളിൽ നിന്നും, ഉപദ്രവങ്ങളിൽ നിന്നും, ദുർബോധനങ്ങളിൽ നിന്നും, പിശാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നൊക്കെ സംരക്ഷണത്തിലായിരിക്കും ഈ മനുഷ്യൻ ഉണ്ടാകുക. അത്രയും വലിയ ഒരു പ്രൊട്ടക്ഷനാണ്, പ്രതിരോധമാണ് ഈ ദിക്ർ. നബി തങ്ങൾ തുടരുന്നു, വഇൻ ഖാലഹാ മസാഅൻ, വൈകുന്നേര സമയമാണ് ഒരാൾ ഇത് ചൊല്ലിയത് എങ്കിൽ കാന ലഹു മിസ്ലു ദാലിക ഹത്താ യുസ്ബിഹ, നേരം പുലരുവോളം, പ്രഭാതമാകുന്നത് വരേക്കും ഈ പറഞ്ഞതുപോലെ പിശാച്ചിൽ നിന്നുള്ള സംരക്ഷണവും കാവലും ഈ മനുഷ്യന് ലഭിക്കുന്നതാണ്. അപ്പോൾ എത്ര മഹത്വമേറിയ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന അതിമഹത്തായ ഈ ദിക്ർ. അതുകൊണ്ടായിരിക്കണം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഹദ്ദാദ് റാത്തീബ് എന്ന മഹത്തായ ദിക്റുകളുടെ സമാഹരണത്തിൽ 4-ാമതായി ഈ ദിക്റിനെ ഉൾപ്പെടുത്തിയത്. ഇത്രയും വലിയ ഗുണവും നേട്ടവും ഈ ദിക്ർ ചൊല്ലുന്ന മനുഷ്യന് ലഭിക്കുമെങ്കിൽ ഹദ്ദാദ് റാത്തീബിലൂടെ 3 പ്രാവശ്യമാണ് നമ്മളിത് ചൊല്ലുന്നത്. അപ്പോൾ ആ മനുഷ്യന് കിട്ടുന്ന ഗുണം എത്രയാണ്, ഫലം എത്രയാണ്, ഇത് പതിവാക്കുന്ന മനുഷ്യന് കിട്ടുന്ന നേട്ടങ്ങൾ എത്രയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ദിക്റുകളുടെയൊക്കെ മഹത്വവും പ്രാധാന്യവും മനസ്സിലാക്കി ജീവിതത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ ദിവസങ്ങളിലും ഇത് ചൊല്ലാനും പതിവാക്കാനും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. ഇത്തരം ദിക്റുകളോടൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഈമാൻ അല്ലാഹു നിലനിർത്തി സലാമത്താക്കി തരുമാറാകട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.